ഗുരുവായൂർ കേശവനും ഗുരുവായൂർ പത്മനാഭനും. ഗുരുവായൂരപ്പന്റെ ദിവ്യ ചൈതന്യത്തെ ശിരസിലേറ്റി പ്രദക്ഷിണം ചെയ്തു ഭഗവാന്റെ ഇഷ്ടത്തോഴനായവർ. നിലമ്പൂർ കാട്ടിൽ 1912 ജനിച്ച കേശവനെ അന്നത്തെ നിലമ്പൂർ കോവിലകം വലിയ രാജ 1922 ഗുരുവായൂരപ്പന് നടയിരുത്തിയ ആനയാണ് കേശവൻ. ശാന്ത സ്വഭാവം, ഗാംഭീര്യം, തലയെടുപ്പ്, സൗന്ദര്യം എന്നിവ ഒത്തിമങ്ങിയ ആനയായിരുന്നതായും പ്രശസ്തമാണ്. ഗുരുവായൂരപ്പന്റെ തിടമ്പ് 40-ൽ കൂടുതൽ വർഷങ്ങൾ സ്ഥിരമായി എടുത്തിരുന്നു. മറ്റു ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളിൽ ചെന്നാൽ തിടമ്പ് ഇല്ലാതെ എഴുന്നള്ളത്തിന് പങ്കെടുക്കില്ലെന്ന നിയമവും കേശവനുണ്ട്. 50 വർഷത്തിൽ സേവനം ചെയ്തതിന്റെ ബഹുമാനാർത്ഥം കേശവന് ഗജരാജൻ എന്ന ബഹുമതിയും നൽകി. 1976 ഡിസംബർ 2 ഏകാദശി ദിവസം പുലർച്ചെ 3 മണിയോടെ കേശവൻ ചെരിഞ്ഞു. ചെരിയുമ്പോൾ കേശവന് 72 വയസ്സായിരുന്നു. ഗുരുവായൂർ കേശവൻ ചെരിഞ്ഞതിന് ശേഷം ക്ഷേത്ര ആനകളിലെ മുഖ്യനായിരുന്നു ഗുരുവായൂർ പത്മനാഭൻ. 1954 ജനുവരി 18-ാം തീയതിയാണ് പത്മനാഭനെ ഗുരുവായൂരിൽ നടയിരുത്തിയത്. 2002 ഗജരത്നവും 2009 ഗജചക്രവർത്തി എന്ന പട്ടവും നൽകി ആദരിച്ചു. ഗുരുവായൂർ ഏകാദശിയോടനുബന്ധിച്ച് ദശമി നാളിൽ നടക്കുന്ന ഗുരുവായൂർ കേശവൻ അനുസ്മരണത്തിന് കേശവന്റെ പ്രതിമയിൽ മാല ചാർന്നത് പത്മനാഭനായിരുന്നു. 2020 ഫെബ്രുവരി 26-ന് പത്മനാഭൻ ചെരിഞ്ഞു. ചെരിയുമ്പോൾ പത്മനാഭന് 80 വയസ്സ് പ്രായമായിരുന്നു.